ഹലോ കൂട്ടുകാരെ, നമുക്ക് നമ്മളുടെ ഓറഞ്ച് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്താലോ. അപ്പോൾ ഇതായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഓറഞ്ച് കേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആ ഓറഞ്ച് കേക്ക് ഒന്ന് നമുക്ക് മൂന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ നമ്മൾ സൈഡിൽ കൂടി ഒന്ന് വരഞ്ഞു വിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്ന നൂലില്ലേ, ആ നൂലിങ്ങനെ ഇതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ക്രോസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ ഈ കേക്ക് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ മൂന്നായിട്ട് ഈ കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിലെ ഭാഗമാണ് ഞാൻ ഏറ്റവും ആദ്യം വെച്ചത്. പിന്നെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് ഈ കേക്കിൻ്റെ ആദ്യത്തെ പീസ് എടുത്ത് നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് ഷുഗർ സിറപ്പ് വെച്ചാണ്. പക്ഷേ ഇത് ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് ഒരു 3 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് മിക്സ് ചെയ്തു. അത് വെച്ചാണ് കേക്ക് ഞാൻ വെറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഈ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഓറഞ്ച് പ്യൂരിയാണ്. അതായത് ഒരു 3 ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ വറ്റിച്ചെടുത്തു ഓറഞ്ചിൻ്റെ ജ്യൂസ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആ ഒരു പ്യൂരി കിട്ടുന്നത്. അതാണ് ഞാൻ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രഷ് കിട്ടും. അതായത് ഏതിൻ്റെയാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ ക്രഷ് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ നമുക്കിവിടെ ക്രഷൊന്നും വാങ്ങിക്കാൻ കിട്ടിയല്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പീസെന്ന് പറയുന്നത് ഏറ്റവും അടിയിലത്തെ ഭാഗത്തെ പീസാണ് ഏറ്റവും ടോപ്പിൽ വെച്ചിരിക്കുന്നത്. പിന്നെ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പാലറ്റ് നൈഫ് എടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് എന്നൊരു നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനും ഒരു ബിഗിനർ തന്നെയാണല്ലോ, നിങ്ങളെയൊക്കെ പോലെ തന്നെ. അപ്പം ഇത് ഉണ്ടാക്കാനൊന്നും പാടില്ല കേട്ടോ, ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബിഗിനേഴ്സൊക്കെ ഇതുപോലെ ചെയ്താൽ മതി, വളരെ ഈസിയാണ്. പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് പാലറ്റ് നൈഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിലും ഞാൻ കളറ് ചേർത്തില്ലായിരുന്നു. ഇതിൽ ഞാൻ ഓറഞ്ച് പ്യൂരി നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഫ്ലവർ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മൊസാമ്പി എടുത്ത് കട്ട് ചെയ്തു. ഹാഫായിട്ടും ഫുള്ളായിട്ടും റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു റോസിൻ്റെ, അതായത് റോസപ്പൂവിൻ്റെ ഒരു ഇല എടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതിനും വരെ താങ്ക്